ഹേ ഓൾ, വെൽക്കം ടു ഡേ 5 ദ ചീറ്റിംഗ് ഡേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. നന്നായി കിട്ടിക്കൊണ്ടിരുന്ന നമ്മളുടെ യൂട്യൂബ് വ്യൂസ് കുത്തനെ വെട്ടിക്കുറച്ച് യൂട്യൂബ് നമ്മൾ ചതിച്ച സെയിം ദിവസം തന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഈ പ്രൊഡക്റ്റും നമുക്ക് വന്നിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടുമായിട്ടുള്ള ഓൺലൈൻ ഡീലിങ്ങുകളിൽ പലപ്പോഴും നമുക്ക് ചതികൾ പറ്റാറുണ്ട്. ചിലപ്പോൾ പഴയ സാധനങ്ങൾ പുതിയതാണെന്ന് പറഞ്ഞ് പാക്ക് ചെയ്തായിരിക്കും. ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ പകുതി ഫീച്ചറുള്ള പ്രൊഡക്റ്റുകളായിരിക്കും, ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരിക്കും. എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു 10 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താൽ അതിലൊരു 4 പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. റിട്ടേൺ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണെങ്കിലും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും കിട്ടിയ പ്രൊഡക്റ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇത് കാറ് ഫോം വാഷ് ചെയ്യാനായിട്ട് നല്ലതാണെന്നുള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റുകളാണ്. ഒന്നിനും പരസ്യങ്ങളിൽ കാണുന്ന അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോന്നിനും ഓരോ റോൾ ഉണ്ടെന്നുള്ളൊരു ഐഡിയോളജി ഉള്ളത് കൊണ്ട് കൂടിയാണ് കേട്ടോ നമ്മൾ പല സാധനങ്ങളും റിട്ടേൺ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാർ വാഷിങ്ങിനെല്ലാം നല്ല കൺവീനിയൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ കാണുന്നത് പോലെ ഇത് അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, ഇത് വളരെ ഹാർഡായിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിലെല്ലാം കാർ വാഷ് ചെയ്യുമ്പോൾ നോർമൽ ഫോം വാഷ് ആണല്ലോ ചെയ്യാറ്. അത്തരം അവസരങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ നല്ല സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ തെഞ്ഞു അറിയോ. നമുക്ക് നമ്മുടെ അൺബോക്സിങ് കണ്ടിന്യൂ ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള നോസിലുകൾ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. കാറിൻ്റെ മുക്കിലും മൂലയിലും പോയി ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് പറയുന്നത്. കാണുമ്പോൾ തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി എല്ലാം തോന്നുന്നുണ്ട്. യുദ്ധഭൂമിയിലെ അവശേഷിപ്പുകൾ പോലെ ഈ പരന്ന് കിടക്കുന്നതാണ് ഈ ബോക്സിലുണ്ടായിരുന്ന മൊത്തത്തിലുള്ള ഐറ്റംസ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചതിക്കപ്പെട്ടത്. ഇതിൽ AC ചാർജിങ്ങും DC ചാർജിങ്ങും ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ DC ചാർജിങ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് കാറിൻ്റെ സ്ലോട്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് ഇതിലെ ഫിൽട്ടർ സെക്ഷൻ. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വണ്ടിയിൽ തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയിട്ട് അധികമാകാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ അധികം പൊടിയില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കയ്യിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ പറയുന്ന പവർ ഇതിന് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകുവശത്തൂടെ എല്ലാം നന്നായി എയർ പോകുന്നുണ്ട്. ഇത് ഇതിൻ്റെ പവറിനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്. ബാറ്ററി സ്റ്റോറേജ് ഇല്ലാതെയാണ് ലഭിച്ചതെങ്കിലും ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന വയറിന് 3 മീറ്ററോളം നീളമുണ്ട്. അതിനാൽ തന്നെ ഫ്രണ്ടിലെ സോക്കറ്റിലാണ് കുത്തിയിരിക്കുന്നത് എങ്കിലും നമുക്ക് പുറകുവശം വരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് നേരമേ നമ്മൾ ഉപയോഗിച്ച് നോക്കിയുള്ളെങ്കിലും വിചാരിച്ച അത്രയ്ക്ക് മോശമല്ല പ്രൊഡക്റ്റ്. തുടക്കത്തിൽ തന്നെ ബാറ്ററി ഇല്ലാതെ ലഭിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്കൊരു ബാഡ് ഇംപ്രഷൻ വന്നത്. വിചാരിച്ച അത്രയ്ക്ക് മോശമല്ല പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഫിൽട്ടർ വാഷബിൾ ആണെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ നമ്മളൊരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. ഈ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടി ഒരു ക്യാരി ബാഗും ഉണ്ട്. അതിനാൽ ഇത് കൊണ്ടു നടക്കാനും ഈസിയാണ്. പലതരം ചതികളും വിശ്വാസവഞ്ചനകളും ഏറ്റുവാങ്ങിയിട്ടും തകരാത്ത ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജൈത്രയാത്ര തുടരുന്നു.